ഹലോ ഗായ്സ്, ബ്ലെൻജെറ്റ് 2ൻ്റെ അൺബോക്സിങ്ങും റിവ്യൂ ഒക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ബ്ലെൻജെറ്റ് എന്ന് പറയുന്നത് US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അവർക്ക് 2 ബ്ലെൻഡേഴ്സാണുള്ളത്, ബ്ലെൻജെറ്റ് 1, ബ്ലെൻജെറ്റ് 2. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ പോർട്ടബിൾ ആയിട്ടുള്ളൊരു ബ്ലെൻഡറാണ്. നമുക്ക് ബാറ്ററി പവേർഡ് ആയിട്ടുള്ളൊരു ബ്ലെൻഡറാണ്. USB റീചാർജബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണത്. ബ്ലെൻജെറ്റ് കാലിഫോർണിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതിൻ്റേതായ ക്വാളിറ്റിയും റെപ്യൂട്ടേഷനൊക്കെ ഉള്ള ഒരു കമ്പനിയാണ് ബ്ലെൻജെറ്റ്. ആപ്പിളിൻ്റെ പ്രോഡക്ട്സ് എല്ലാം പോലെ തന്നെ ഇതും ഡിസൈൻഡ് ഇൻ കാലിഫോർണിയ ബട്ട് മെയ്ഡ് ഇൻ ചൈനയാണ്. ഈ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് ബ്ലെൻജെറ്റ് വരുന്നുണ്ട്. ഞാനത് ബ്ലാക്ക് കളറാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് 20 ഡിസൈൻസിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അത് കൂടാതെ അതിൻ്റെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, അതിനകത്ത് ഇതിൽ ചെയ്യാൻ പറ്റുന്ന പല രീതിയിലുള്ള മോഡ്സും അതുപോലെ ട്രബിൾ ഷൂട്ടിങ്ങും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അവരുടെ മറ്റ് പ്രൊഡക്റ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലെൻജെറ്റ് 2 പോർട്ടബിൾ ആയിട്ടുള്ളൊരു ബ്ലെൻഡർ. കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒന്നും കിട്ടുന്ന പോലെ അങ്ങനത്തെ ചീപ്പായിട്ടുള്ളൊരു പ്രോഡക്റ്റ് അല്ല. നല്ല ഹൈ ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. നമുക്കിത് ചാർജ് ചെയ്യാനായിട്ട് ഇതിൻ്റെ കൂടെ ഒരു C ടൈപ്പ് ചാർജിങ് കേബിളും കൂടെ വരുന്നുണ്ട്. നമുക്ക് പവർ ബാങ്കിലോ കാറിലോ ലാപ്പിലോ ഒക്കെ കുത്തി നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ ഡൂസ് ആൻഡ് ഡോൺസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലെൻഡർ. ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് എല്ലാ പാർട്സിലും വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉണ്ട്. കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. സൈഡിലായിട്ട് മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്, അളവിനായിട്ടുള്ള മാർക്കിങ്സ്. അതുപോലെ തന്നെ താഴെ മെയ്ഡ് ഇൻ ചൈന, അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ സീരിയൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ USB പോർട്ടും അതുപോലെ ബട്ടണും വരുന്നുണ്ട്, ഓൺ ഓഫ് ബട്ടൺ. നമുക്ക് മേളിലായിട്ട് ബ്ലെൻജെറ്റിൻ്റെ ലോഗോ കാണാം. അതിൻ്റെ താഴെ നല്ലൊരു ബട്ടൺ കാണാം. വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ബട്ടണാണ്. ഞാൻ പറഞ്ഞ പോലെ USB പോർട്ടും നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് ഈ ഒരു പോർഷൻ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മോട്ടറിൻ്റെ ഭാഗം നമുക്ക് ഡിറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ മോട്ടർ സെക്ഷൻ വരുന്നത്. ഒരു 5 വോൾട്ടിൻ്റെ നോർമൽ മോട്ടറാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ടെക്നോളജി പേറ്റൻറ്റഡ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്, വളരെ പവർഫുള്ളാണ്. അതുകൊണ്ടാണ് അവർ ആ ബ്ലേഡ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. 6 ബ്ലേഡാണ് നമുക്കിതിൽ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ആ ഒരു സിലിണ്ട്രിക്കൽ കണ്ടെയ്നർ സെക്ഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് 475 ml വരെയുള്ള മാർക്കിങ്സ് നമുക്ക് കാണാൻ പറ്റും. ഒരു പോളികാർബണേറ്റ് മെറ്റീരിയലാണ് വരുന്നത്. പെട്ടെന്നൊന്നും അങ്ങനെ പൊട്ടിപ്പോവില്ല. ഈ ഒരു കണ്ടെയ്നർ ഇടാതെ നമ്മുടെ മോട്ടർ ഓൺ ആവുകയില്ല. ഇത് നമ്മുടെ മേൽ പോർഷനിൽ വരുന്ന ലിഡാണ്. നല്ല ക്വാളിറ്റിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു റബ്ബറൈസ്ഡ് ആയിട്ടുള്ളൊരു സ്ലിങ് വരുന്നുണ്ട്. ഇത് കൂടാതെ അതിനകത്തൊരു ഗ്യാസ്കറ്റും വരുന്നുണ്ട്. നോർമൽ ബ്ലെൻഡേഴ്സിൽ നിന്ന് മാറി ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു മോട്ടർ വെറുതെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആകില്ല. ആ ഒരു കണ്ടെയ്നർ ഇടാതെ ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും അപകടമില്ലാത്ത ഒരു ഡിവൈസാണ് ബ്ലെൻജെറ്റ്. നമ്മൾ ഈ ഒരു കണ്ടെയ്നർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചാൽ മാത്രമാണ് ഈ ഒരു മോട്ടർ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതും ലോക്ക് മോഡ് മാറ്റിയാൽ മാത്രം. അപ്പോൾ ഈ ഒരു കണ്ടെയ്നർ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് മേളിലും താഴെയായിട്ട് 2 ആരോ മാർക്കിങ്സ് ഉണ്ട്. അത് അലൈൻ ചെയ്ത് വരുമ്പോഴാണ് ഇത് പ്രോപ്പറായിട്ട് ലോക്ക് ആവുള്ളൂ. എന്നാൽ മാത്രമാണ് നമുക്കിത് ലീക്ക് ആവാതെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കണ്ടെയ്നർ ഇല്ലാതെ നമുക്ക് ഈ ഒരു മോട്ടർ ഓണാക്കാൻ പറ്റില്ല. നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ഈ ഒരു ലിഡ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ ലീക്ക് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ ഫ്രണ്ടിലത്തെ ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു പർപ്പിൾ ലൈറ്റാണ് ബ്ലിങ്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മോട്ടർ ലോക്ക്ഡ് ആണെന്ന് അർത്ഥം. അപ്പോൾ നമ്മളിതൊരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഈ പർപ്പിൾ ബ്ലൂ ആയി മാറും. ഇനി നമ്മൾ ഫ്രണ്ടിലെ പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോട്ടർ വർക്ക് ചെയ്യും. നമ്മൾ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 20 സെക്കൻഡിൻ്റെ ഒരു ബ്ലെൻഡാണ് കിട്ടുക. 20 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മുടെ മോട്ടർ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. നമുക്കിത് വീണ്ടും ലോക്ക് ചെയ്യാനാണെങ്കിൽ നമ്മളൊരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ പർപ്പിൾ കളറിൽ ഇത് ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ലോക്കായി എന്നാണ് എൻ്റെ അർത്ഥം വരിക. ഇപ്പോൾ വളരെ സേഫായിട്ടുള്ള ഫീച്ചേഴ്സാണ്. ഈ ഫീച്ചേഴ്സൊന്നും ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്ട്സിൽ വരുന്നില്ല. ഇനി നമുക്കിത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ USB കുത്തി ചാർജ് ചെയ്യാം.
ഓൾമോസ്റ്റ് 1 hour ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 to 20 ബ്ലെൻഡ്സ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടൈം യൂസിൻ്റെ ടൈമിൽ ക്ലീൻ ചെയ്യണം നമ്മൾ. ഇതൊരു സെൽഫ് ക്ലീനിങ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. നമുക്ക് വെള്ളവും കുറച്ച് ഡിഷ് സോപ്പും മാത്രം മതി. നമ്മളൊരു കുറച്ച് വെള്ളവും അതുപോലെ 1 or 2 ഡ്രോപ്സ് ഡിഷ് ലിക്വിഡും ഇതിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ബ്ലെൻഡ് ചെയ്യുക. 20 seconds കഴിയുമ്പോൾ മോട്ടർ ഓഫ് ആവും. അപ്പോൾ നമ്മൾ വീണ്ടും അത് ഓപ്പൺ ചെയ്ത് ആ ഒരു മിക്സ്ചർ കളഞ്ഞതിന് ശേഷം നോർമൽ വെള്ളം ഇട്ട് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലെൻഡർ നല്ല ക്ലീനായി കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാൻ റെഡിയാണ്. ഇതിപ്പോൾ ലോക്ക് മോഡ് ആയതുകൊണ്ടാണ് ഇത് ഓൺ ആവാത്തത്. അപ്പോൾ നമ്മൾ അൺലോക്ക് ചെയ്യണം. 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് നമ്മൾ ഓൺ ചെയ്യുക. നമുക്ക് എപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ പ്രസ് ചെയ്താൽ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ബ്ലെൻഡ്ജെറ്റ്. പ്രത്യേകിച്ച് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും നമ്മളിത് ലോക്ക് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മാത്രമല്ല മോട്ടർ അവർ ഡിറ്റാച്ച് ചെയ്തെടുത്താലും അത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. നമുക്ക് ആമസോണിൽ കിട്ടുന്ന പോലെ 400-500 രൂപക്കോ ഒന്നും കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് അല്ല. ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് $50. അതായത് ഇന്ത്യൻ രൂപ 3800 രൂപകളും ഇതിന് വരുന്നുണ്ട്. ഇത് കൂടാതെ എനിക്ക് കിട്ടിയ പണി പോലെ ചിലപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി നമ്മൾ വേറെ അടക്കേണ്ടി വരും. അപ്പോൾ ഒരു ചീപ്പ് ഡിവൈസ് അല്ല, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. വേൾഡ് വൈഡ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി ഇഷ്യൂസ് നമുക്ക് കസ്റ്റംസുകാർ തരുന്ന പണി പോലെയാണ് ഇരിക്കുക. എനിക്കിത് ഓൾമോസ്റ്റ് വാങ്ങിച്ചപ്പോഴത്തേക്കും 5000 രൂപയായി. പക്ഷെ ഒരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ ഇത് കുറച്ച് യൂസ് ചെയ്ത് നോക്കി. ഇതിൻ്റെ ഡെമോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിതിനകത്ത് നമുക്ക് വേണ്ട ഫ്രൂട്ട് ഇട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫസ്റ്റ് എപ്പോഴും ഒരു ലിക്വിഡ് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ കുറച്ച് വെള്ളം ഇട്ടതിന് ശേഷം നമ്മുടെ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതുപോലെ ഷേക്സ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബ്ലെൻഡർ തന്നെയാണ്. നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ടുള്ള ഓപ്ഷൻസ് വേണമെങ്കിൽ ആമസോണിൽ നമുക്കൊരു ചൈനീസ് പ്രോഡക്ട്സ് പലതും ഉണ്ട്. ഇപ്പോൾ ബ്ലെൻഡ്ജെറ്റ് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. പക്ഷെ നമ്മൾ അത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാലും ഒരു അടിപൊളി ഡിവൈസാണ്. പോർട്ടബിളാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് നടക്കാം.